കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സ്വാശ്രയ കോളേജുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ. സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 28-ന് സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് MPA റഹീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ സ്വാശ്രയ കോളേജുകൾ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MPA റഹീം പറഞ്ഞു. കോളേജുകൾക്ക് 25-26 വർഷത്തെ അഫിലിയേഷൻ ഇതുവരെ നൽകിയിട്ടില്ല. സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്തത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ ആകെ ബാധിക്കുന്നുണ്ട്. 86 ശാസ്ത്രീയ കോളേജുകളാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ളത്. ഇവയുടെയൊക്കെ പ്രവർത്തനം താളം തെറ്റുകയാണ്. ഇതിനെതിരെ 28-ന് രാവിലെ 10 മണിക്ക് സ്വാശ്രയ കോളേജ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ ധർണ നടത്തുമെന്നും MPA റഹീം പറഞ്ഞു. സ്വാശ്രയ കോളേജുകൾ അടച്ചുപൂട്ടിയുള്ള സമരമാണ് അന്ന് നടക്കുക. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ വിഷയത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സ്വാശ്രയ കോളേജുകൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും MPA റഹീം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഈ നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം അതിശക്തമായ സമരത്തിൽ ഞങ്ങൾ തുടക്കം കുറിക്കും എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ കാതലായ ഒരു വിഷയം. ഈ വിഷയം വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും ഒക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ 3 ജില്ലകളിലായി കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി നിൽക്കുന്ന സ്വാശ്രയ കോളേജുകൾ, ആ സ്വാശ്രയ കോളേജുകളെ തകർക്കുന്ന നിലപാടുകൾ യൂണിവേഴ്സിറ്റി മാറാത്ത പക്ഷം നിയമപരമായി അതുപോലെ തന്നെ മറ്റു പ്രക്ഷോഭ രംഗത്തിലൂടെയും ഞങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സമരം നടത്തും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ മാത്രമാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. സ്ഥിരം VC ഇല്ലാത്തതിനാൽ ഈ പ്രശ്നം അറിയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. സർക്കാർ കോളേജുകളും സ്ഥിരം VC ഇല്ലാത്തതിന്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നും MPA റഹീം പറഞ്ഞു. C. അനിൽകുമാർ, മഹേഷ് ചന്ദ്ര ബാലിക, KM ജനാർദ്ദനൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.